என்னத்தல நாக் அவுட் மேட்ச்னாலே 80-90 தானா? நம்ம வழி தனி வழி. Never a smile, never too much emotions, never trying to come out and explain yourself much. You just went about it in the most Sanju Samson way. That is what makes you really special. Always with a smile, always speaking in a warm way. സൂപ്പർ. ഇന്നലത്തെ കളി എൻ്റെ മോനെ ഫൈനൽ എന്നാ കിടക്കാച്ചി കളിയായിരുന്നു. ഇന്ത്യ തകർത്തടിച്ചില്ലേ. എന്തിനേറെ പറയുന്നത് നമ്മുടെ സഞ്ജുക്കുട്ടൻ്റെ കാര്യം പറയണോ? എല്ലാവരും തള്ളിക്കളഞ്ഞ കളിയാണ്. ആർക്കും വേണ്ടാന്ന് പറഞ്ഞ് എവിടെ പറയാ ബാക്ക് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് വെള്ളം എടുത്തു കൊടുക്കാൻ മാത്രമായിട്ട് വിധിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ തിരിച്ചുവരവ് ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നലെ മാത്രമല്ല, ഇദ്ദേഹം 3 കളി അടുപ്പിച്ച് 50+ അടിച്ച ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ പേര് സ്വർണ്ണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടും. അത് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. തഴഞ്ഞവരുടെ മുമ്പിൽ ലീനൽ പക്ഷിയെ പോലെ എഴുന്നേറ്റ് നിന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു തന്നെയാണ്. എത്രയോ പേര് അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. എത്രയോ പേര് സഞ്ജുവിനെ ചേർത്ത് പിടിച്ചത് കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും സഞ്ജുവിനെ വിമർശിക്കുകയും സഞ്ജുവിനെ കളിയാക്കുകയും ചെയ്തു. അവരുടെ മുമ്പിലാണ് സഞ്ജു ഇന്നലെ അടിപൊളി ഒരു കളി കളിച്ചത്. 255 എന്നുള്ള ഒരു വമ്പൻ സ്കോറിലേക്ക് എത്തിച്ചു. ഒരു സൈഡ് മാത്രം എന്നുള്ള രീതിയിലാണ് ഇന്നലത്തെ ആ ഒരു കളി പോയത്. ന്യൂസിലൻഡിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലായിരുന്നു. അവർ കളിക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ കയ്യിൽ അതൊന്നും അങ്ങോട്ട് എന്താ പറയുക പിടിച്ചാൽ കൂടുന്ന കൂട്ടമല്ലായിരുന്നു. അത്രമാത്രം നല്ലൊരു സ്കോറിലേക്ക് കൊണ്ടെത്തിച്ചത് സഞ്ജുവിന്റെ ബാറ്റിംഗ് തന്നെയായിരുന്നു. തുടക്കം ഓവറിൽ തന്നെ 6 ആയിരുന്നു തുടക്കം. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഈ സഞ്ജുവിന്റെ ബാറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം ഒരു 6 അടിച്ചിട്ടല്ലാതെ പുള്ളിക്കാരനൊരു തുടക്കമില്ല. ഇന്നലെ അതുപോലെ തന്നെയായിരുന്നു. ഇന്നലെയും പുള്ളിക്കാരൻ ആദ്യത്തെ 2-3 ബോളൊന്ന് കൊട്ടി നോക്കിയിട്ട് പിന്നെ ഒരു 6 അങ്ങോട്ട് കാച്ചി. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു 6. അങ്ങനെ മൊത്തത്തിൽ ഇന്നലെ ഇന്ത്യ അടിച്ചു കൂട്ടിയത് 255 റണ്ണാണ്. അതിൽ സഞ്ജു അടിച്ചത് 89 റണ്ണ് 46 ബോളിൽ. അടിപൊളി ഒരു കളി. ആദ്യം 97 അടിച്ചു, അത് കഴിഞ്ഞ് ഒരു 89, ഇതാ ഇപ്പോൾ ഒരു 89. 3 നിർണായകമായ മത്സരത്തിലാണ് സഞ്ജുവിൻ്റെ ഈ സംഭാവന. പിന്നെ ഒരു 8 6, പിന്നെ 5 4. അടിപൊളിയായിട്ട് ഇന്നലെ കളിച്ചു എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അഭിഷേക് ശർമ്മ 52 റൺ എടുത്തു. പുള്ളിക്കാരൻ 3 6 6 4 അടിച്ചു. ഇഷാൻ കിഷൻ അതുപോലെ തന്നെ കളിച്ച ഒരാളാണ്. പുള്ളിക്കാരൻ 54 റൺ എടുത്തു. പുള്ളിക്കാരന് 4 6 4 4 അടിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ 6 അടിച്ച ഒരു വ്യക്തി ഈ പറയുന്ന സഞ്ജുവാണ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ സൈഡിൽ നിന്നും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല, ഈ പറയുന്ന ലോകത്തുള്ള ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഈ പറയുന്ന സഞ്ജു ഒരു പ്ലെയർ ഓഫ് ദ സീരീസ് ആകുമെന്ന്. പുള്ളിക്കാരൻ്റെ ആ ഒരു കഠിനാധ്വാനം കൊണ്ടാണ് പുള്ളിക്കാരൻ അത് നേടിയെടുത്തത്. എല്ലാവരും എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ അങ്ങ് ആ ഒരു രീതിയിലേക്ക് അങ്ങ് മാറിപ്പോകും. പിന്നെ അതിനോട്ട് മുമ്പോട്ട് വരുത്തുപോലുമില്ല. പക്ഷേ സഞ്ജു അവിടെ കഠിന പ്രയത്നം ചെയ്ത് മുന്നോട്ടെത്തി. ഇന്നലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് മേടിക്കുന്ന സമയത്ത് സഞ്ജു പറഞ്ഞൊരു കാര്യമുണ്ട്, സച്ചിൻ ടെണ്ടുൽക്കറിനെ വിളിക്കുമായിരുന്നെന്നും സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിൽ പുള്ളിക്കാരന് കുറേ സപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ടെന്നും എന്ന രീതിയിലൊക്കെ ഇന്നലെ സഞ്ജു പറയുന്നുണ്ടായിരുന്നു. പിന്നെ വിരാട് കോഹ്ലി ആണെങ്കിൽ സഞ്ജുവിനെ കുറിച്ച് എഴുതിയ ഒരു വാക്കുണ്ട്, അത് നിങ്ങൾ കേട്ടു. സന്തോഷമുണ്ട് ചേട്ടാ എന്നുള്ള രീതിയിലാണ് ഈ വിരാട് കോഹ്ലി എഴുതിയത്. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് തന്നെ ഈ ഒരു മികവ് പുറത്തെടുത്തു, നിന്റെ നേട്ടത്തിൽ ശരിക്കും സന്തോഷമുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ എഴുതിയത്. ഇതിനെക്കുറിച്ച് ദിനേശ് കാർത്തിക് പറയുന്നൊരു കാര്യമുണ്ട്, അതൊന്ന് കേട്ടു നോക്കി. ദിനേശ് കാർത്തിക്കൊക്കെ ആദ്യം മുതലേ സഞ്ജുവിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി തന്നെയാണ്. ദിനേശ് കാർത്തിക് പറയുന്ന ഒരു കാര്യം കണ്ടു. What an unreal end to what has been an unimaginable last month for you has been. In fact, last 6 months. What I'm in awe of is how you've remained calm throughout this whole journey. Never a smile, never too much emotions, never trying to come out and explain yourself much. You just went about it in the most Sanju Samson way. That is what makes you really special. Always with a smile, always speaking in a warm way. But the fact is that inside you are bubbling. You knew there's going to be bad times, there's going to be good times, and the only person who can help yourself is yourself. You went about in Kerala, did your practice with whoever you trusted. And then again, in the bilateral just before the World Cup, things didn't go to plan. You desperately tried to be part of the starting 11. Didn't work. Got an opportunity in one of the league games, did decently, but it was when you made a comeback, when the Indian team desperately needed you after that South Africa game. You turned a new corner. You actually batted in such a way that 1 billion hopes was reignited. That Zimbabwe match in Chennai
my hometown, your new hometown for the next 3 months. It was wonderful to watch. What you have done is what you will always be remembered for. That World Cup in 2026, India defended their title. And who played a big role? Sanju Samson. When the chips were down, he came in and he made sure he played in a selfless manner and made it count every time India went to bat. 3 matches, 3 250 plus scores. And you actually missing out on 300s but couldn't care anything at all, because for you it wasn't about yourself. I feel it was about the team and winning. And if it happens to be 100, great. What an attitude to have. I think this selfless attitude and humongous belief in your skill to the point at which no matter what anybody said, you wouldn't change yourself is what makes you very special. I thoroughly enjoyed every second working in that comm box, watching you bat and seeing you going about it in such a calm, assured, relaxed, but with that huge belief of I will get this done for Team India. I love that. Well done, Chetan. Mr. Sanju Samson, that was special. And I'm sure you have made millions of your fans so happy. And to all the fans, keep smiling, because I feel the journey is just started. Maybe not so much for the next 3 months, but we'll get to that. നമ്മുടെ കേരളത്തിൻ്റെ പേര് ലോകമെമ്പാടും എല്ലാവരും വിളിച്ചു പറയുവത്തക്കവണ്ണം സഞ്ജു അത് ഏറ്റെടുത്തു, അല്ലെങ്കിൽ അത് നടത്തി തന്നു എന്നുള്ള കാര്യമാണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ മനസ്സിലാവും ഇവിടെ സൂര്യകുമാർ യാദവ് ഈ പറയുന്ന സഞ്ജുവിന് കൊടുക്കുന്ന ഒരു ആദരവ്, ഇതെല്ലാം ഒന്ന് വെച്ച് നോക്കുമ്പം നമ്മുടെ ഇന്ത്യ മുത്താണ് നമ്മുടെ സാംസൺ. അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്ലെയേഴ്സും അടിപൊളിയായിട്ട് തന്നെ കളിച്ചു, നമുക്ക് നമ്മുടെ വേൾഡ് കപ്പ് മേടിച്ചു തന്നു എന്നുള്ളതാണ്. കണ്ടിന്യൂ ആയിട്ട് 2 തവണ ഈ വേൾഡ് കപ്പ് സ്വന്തമാക്കുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. അതുമാത്രമല്ല ഇപ്പം 3 തവണയാണ് ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പിള്ളേർ പൊളിയാണ്, നമ്മുടെ സഞ്ജു പൊളിയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്നലത്തെ സഞ്ജുവിൻ്റെ കളി, അതായത് തഴഞ്ഞു കളഞ്ഞ ഒരുത്തൻ ഈ സ്റ്റാർ ഓഫ് ദ ടൂർണമെൻ്റ് ആവുക എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.